രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ആസൂത്രണമില്ലായ്മയും കാരണം കെ.എസ്.ഇ.ബിയും മറ്റൊരു കെ.എസ്.ആർ.ടി.സിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചെയർമാൻ ഡോക്ടർ ബിജു പ്രഭാകർ മുന്നറിയിപ്പ് നൽകി. കെ.എസ്.ഇ.ബിയുടെ ദൈനംദിന ചെലവുകൾക്ക് മാസം 400 കോടി വരെ വലിയ പലിശയ്ക്ക് ഓവർഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുമെന്നും കെ.എസ്.ഇ.ബി ചെയർമാൻ വ്യക്തമാക്കി. ഒരു മാസം വൈദ്യുതി പുറത്തുനിന്നും വാങ്ങാൻ 900 കോടി രൂപ വേണം. വായ്പയും പലിശയും അടക്കമുള്ള EMI തിരിച്ചടയ്ക്കാൻ 300 കോടിയും. അടുത്ത വർഷം മഴ കുറവായാൽ പിന്നെ എന്താകുമെന്ന് പറയുകയും വേണ്ട. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ചെലവ് ഈ വർഷം 14,000 കോടി രൂപയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുക, സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കുക എന്നിങ്ങനെ സ്ഥാപനത്തിൽ നയപരമായ മാറ്റങ്ങൾ സ്വീകരിക്കാതെ കെ.എസ്.ഇ.ബിയെ ഇനി ആർക്കും രക്ഷിക്കാനാകില്ല. റിന്യൂവബിൾ പവർ കോർപ്പറേഷൻ എന്ന നിലവിലെ കമ്പനിയെ കേരള സ്റ്റേറ്റ് ഗ്രീൻ എനർജി കമ്പനി എന്ന് മാറ്റി കെ.എസ്.ഇ.ബിയെ ജീവനക്കാരിൽ നിന്നും വ്യാവസായിക ഉപഭോക്താക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങളും കടപ്പത്രങ്ങളും സ്വീകരിക്കണം. ഇതിന് സിയാൽ മാതൃകയിലുള്ള പൊതുജന പങ്കാളിത്ത കമ്പനിയാക്കണം. നിക്ഷേപങ്ങൾക്ക് 3-ാം വർഷം മുതൽ ലാഭവിഹിതം നൽകാം. 25 മെഗാവാട്ടിൽ താഴെയുള്ള ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി നടപ്പാക്കണം. 25 മെഗാവാട്ടിന് മുകളിലുള്ള പദ്ധതികൾ മറ്റുള്ളവരിൽ നിന്ന് മൂലധനം സ്വരൂപിച്ച് PPP മോഡലിൽ നടപ്പാക്കണം. ഇപ്പോൾ വിഭാവന ചെയ്ത പദ്ധതികൾ നടപ്പാക്കാൻ മാത്രം 7 വർഷത്തിനകം വേണ്ടത് 45,000 കോടിയാണ്. കെ.എസ്.ഇ.ബിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി ഓഫീസർമാരുടെ സംഘടനകൾക്ക് നൽകിയ കരട് നിർദ്ദേശങ്ങളാണ് ഈ പരാമർശങ്ങൾ. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പരിഷ്കരണ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. ബോർഡ് ജീവനക്കാരുടെ പുനർവിന്യാസത്തിൽ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ സംഘടനകൾക്ക് ഡിസംബർ 10 വരെയാണ് ചെയർമാൻ സമയം നൽകിയത്.